അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിൽ പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി എന്ന് നമുക്കറിയാം. ആയത്തുൽ കുർസിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുമായി പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആയത്തുൽ കുർസിയുടെ 10 നേട്ടങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളെല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഒരു ആയത്തുൽ കുർസി ഓതാറുണ്ട്. അതുപോലെ തന്നെ അസറിന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി ഓതി ദിക്ർ ചൊല്ലി ദുആ ഇരുന്ന് എല്ലാത്തിനും ശേഷം ഒരു 10 ആയത്തുൽ കുർസി കൂടി നമ്മൾ ചൊല്ലുക. 10 എണ്ണം. 10 എണ്ണത്തിനും 10 ഗുണങ്ങളാണ് മുത്ത് റസൂൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാ വക്കത്തിലും ഒരു ആയത്തുൽ കുർസി ഓതാറുണ്ട്. അത് കൂടാതാണ് അസറിന് ശേഷം അസർ നമസ്കാര ശേഷം ഈ 10 ആയത്തുൽ കുർസി ഓതേണ്ടത്. ഈ 10 ആയത്തുൽ കുർസി അസറിന് ശേഷം നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറയുന്ന 10 നേട്ടങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ആയത്തുൽ കുർസി ഓതുമ്പോൾ ഈ 10 നേട്ടങ്ങൾ കരസ്ഥമാക്കണമെന്ന നിയത്തോടു കൂടി ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത്തെ ആയത്തുൽ കുർസി ഓതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് നമുക്ക് കിട്ടുന്നത്. അതെന്തെന്നാൽ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരം ഒരുക്കിത്തരും എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്തിട്ടല്ലാതെ മരിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ആയത്തുൽ കുർസി ഓതുന്നതിൻ്റെ പ്രതിഫലം. മനസ്സിലായല്ലോ. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള മരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒഴിവായി ഈമാനോടുകൂടി തൗബ ചെയ്തുകൊണ്ടുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. എന്നാൽ ഒന്നാമത്തെ പ്രതിഫലം കേട്ടല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ ആയത്തുൽ കുർസി ഓതിയാലുള്ള ഗുണം. രണ്ടാമത്തെ ആയത്തുൽ കുർസി ഓതിയാൽ ബർക്കത്ത് എന്ന റിസ്ക്, അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യും, ബർക്കത്ത് ചെയ്യും. കൂടാതെ സമ്പത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. ഒന്ന്, തൗബയോട് കൂടിയല്ലാതെ മരണം അവനിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ, നമ്മുടെ റിസ്കിൽ ബർക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ റിസ്കിലും സമ്പത്തിലും ബർക്കത്ത് ചെയ്യും എന്നുള്ളത്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേര് കടബാധകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവർ ഈ രീതിയിൽ അസറിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ 10 ആയത്തുൽ കുർസി അങ്ങോട്ട് നിയത്തോടു കൂടി ഓതുക. നമ്മുടെ എല്ലാ കടബാധ്യതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ടും. മൂന്നാമത്തെ നേട്ടം പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്നതാണ്. അതായത് ആരോഗ്യം നൽകും. രോഗങ്ങളെ തൊട്ട് അല്ലാഹു അവനിക്ക് സംരക്ഷണം നൽകും. രോഗങ്ങൾ വന്നാൽ തന്നെ അവൻ്റെ കാര്യം സ്വന്തമായി തന്നെ ചെയ്യാനുള്ള കഴിവ് കിട്ടുമെന്നുള്ളതാണ് മൂന്നാമത്തെ ആയത്തുൽ കുർസി ഓതിയാലുള്ള നേട്ടം. അടുത്തത്, നാലാമത്തെ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന നേട്ടം മഹാന്മാർ പഠിപ്പിക്കുന്നത് മുഹബ്ബത്തിൻ ഫി ഖുലൂബിൻ മുഅ്മിനീൻ എന്ന് വെച്ചാൽ മുഅ്മിനുകളുടെ ഹൃദയത്തിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അതായത് മുഹബ്ബത്തുണ്ടാകും. മരണപ്പെട്ടു പോയാൽ അവൻ നല്ല ഒരു മനുഷ്യനായിരുന്നു, നല്ലൊരാളായിരുന്നു, എല്ലാവരും സഹായിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ മറ്റ് മുഅ്മിനുകൾ നമ്മളെക്കുറിച്ച് പറയും. അതാണ് മുഹബ്ബത്തുണ്ടാകും എന്ന് പറഞ്ഞത്. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ മുത്ത് റസൂൽ, സഹാബാക്കൾ, അങ്ങനെ എല്ലാ മഹാന്മാരും ഇതിൽ ഉൾപ്പെടും. അതാണ് മുഅ്മിനുകളെന്ന് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമതായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് അവനിൽ ഒരു സംശയം ഉണ്ടായില്ല. അതായത് അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അവൻ്റെ ഹൃദയത്തിൽ വരികയില്ല. ചിലർക്കുണ്ടല്ലോ, അള്ളാഹു ഉണ്ടോ ഇല്ലയോ, മുത്ത് റസൂലുണ്ടോ, അവർ ജീവിച്ചിരിപ്പുണ്ടോ,
എന്നൊക്കെയുള്ള സംശയങ്ങൾ ചില മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് അത് കൂടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ ചിലരുടെ മനസ്സിലുണ്ട്. ഈ 5-ാമത്തെ ആയത്തെക്കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. 6-ാമത്തേത് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവൻ്റെ റൂഹ് അവനിൽ നിന്നും വിട്ടുവരാൻ. മാഷാ അല്ലാഹ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? 6-ാമത്തെ ആയത്തെക്കുറിച്ച് ഓതിയാലുള്ള നേട്ടം എന്തുവാണ്? ഷഹാദത്ത് കെലിമ ചൊല്ലിയല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹ് വിട്ടുപിരിയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കെലിമ ചൊല്ലിയിട്ടാണ് അവൻ്റെ റൂഹ് അവനിൽ നിന്നും വിട്ടുപിരിയുന്നത് എന്നാണ്. എന്ത് അത്ഭുതമാണല്ലേ? അതുകൊണ്ട് എല്ലാവരും ഇത് മുടങ്ങാതെ ചൊല്ലുക. ഇത് 6-ാമത്തെ നേട്ടമാണ്. അടുത്തത് ഇനി 7-ാമത്തെ നേട്ടമാണ് പഠിപ്പിക്കുന്നത്. 7-ാമത്തെ നേട്ടം പഠിപ്പിക്കുന്നത് അവൻ്റെ ഖബറിൽ വിശാലത നൽകും എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബറിൽ വിശാലത നൽകും എന്നുള്ളതാണ്. 8-ാമത്തത് നേട്ടം എന്ന് പറയുന്നത് സിറാത്ത് പാലത്തിലൂടെ പക്ഷികളെ പോലെ അവൻ പറന്ന് നടക്കാൻ കഴിയുമെന്നുള്ളതാണ്. 1, 2, 3, 4, 5, 6 കഴിഞ്ഞ് 7-ാമത്തെ നേട്ടം പഠിച്ചു. അടുത്തത് 8-ാമത്തെയാണ്. 8-ാമത്തെ നേട്ടം എന്താണ്? സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ പക്ഷികൾ എങ്ങനെയാണോ പറന്നു പോകുന്നത് ആ വേഗതയിൽ നമ്മൾ സിറാത്ത് പാലം കടന്നു പോകും എന്നതാണ് പഠിപ്പിക്കുന്നത്. സിറാത്ത് പാലത്തിലൂടെ വർഷങ്ങളോളം നീങ്ങി പോകുന്ന മനുഷ്യനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അസറിന് ശേഷം 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുന്നവർ മുകളിൽ പറഞ്ഞതുപോലെ മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടന്നു പോകും എന്നുള്ളതാണ്. 9-ാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അവർക്ക് വലത് കൈയിൽ കിതാബ് നൽകപ്പെടും എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, നമുക്കതിനുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. വലത് കൈയിൽ കിതാബ് ലഭിച്ചവരാണ് വിജയിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലത് കൈയിൽ കിതാബ് ലഭിച്ചവരാണ് വിജയിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് 9-ാമത്തെ ആയത്തുൽ ഓതിയാലുള്ള നേട്ടമാണ്. വലത് കൈയിൽ കിതാബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 10-ാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് യാതൊരു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് എന്നാണ് അള്ളാഹു നമുക്ക് പറയുന്നത്. 10 ആയത്തുൽ കുർസി മുടങ്ങാതെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അസറിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ 10 നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഇത് വലിയൊരു നേട്ടമാണ്. ഇത് അറിയാൻ വയ്യാത്തവർ ഒരുപാടുണ്ട്. എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. നമ്മളൊരു ആയത്തുൽ കുർസി മുടങ്ങാതെ നമ്മൾ ഓതുന്നതാണ് ഇല്ലേ? ഓതും. ഇത് അസറിന് ശേഷം 10 പ്രാവശ്യം ഓതുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു അറിവാണ് ഇല്ലേ? ഇത് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർക്കും ഈ യൂട്യൂബൊന്നും നോക്കാത്ത ഉമ്മമാർ കാണും, ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ ഈ നേട്ടങ്ങൾ നമ്മളിത് പൂർണ്ണമായിട്ടും കേട്ടിട്ട് ഈ നേട്ടങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കുക. അയലത്തുള്ള ഒരു ഉമ്മമാർ കാണും, പിന്നെ മുതിർന്ന ഉമ്മമാരും പാപ്പമാരും ഒക്കെ കാണും. അവരൊക്കെ അസർ നിസ്കരിച്ചിട്ട് ഒത്തിരി നേരം നിസ്കാരപ്പായിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അവർക്ക് അന്നേരം ഈ ഒരു നന്മ അവരിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചൊല്ലിക്കോട്ടെ, അവർക്ക് ആ നന്മ കിട്ടട്ടെ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും കിട്ടും അതിൻ്റെ ഒരു അംശം പ്രതിഫലം. അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് പരസ്പരം കാണുന്ന സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ട. ഈ അസറിന് ശേഷം ഇങ്ങനെ 10 ആയത്തുൽ കുർസി ഇന്ന നേട്ടങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ചെല്ലണേ, നിനക്കറിയാമേത്തവർക്ക് നീ പറഞ്ഞു കൊടുക്കണേ എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുക. ഇത് നല്ലൊരു അറിവാണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. ഇത് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് കേട്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം 10 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ അല്ലാഹു തആല ഇത് കേൾക്കുന്ന എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും
അള്ളാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.